ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതേ ഉള്ളൂ. വന്ന് ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ ഇരുന്നു. ഡ്യൂട്ടി വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നാളെ എനിക്ക് ഓഫാണ്. പിന്നെ എനിക്ക് അടുപ്പിച്ച് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, കുറച്ച് ബാഗും കാര്യങ്ങളും ഒക്കെ വലിച്ചുവാരി വെച്ചിട്ടുണ്ട്. അത് നാട്ടിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാനുള്ള ലീവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഒരു 3-4 ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു ഓഫിന് വേണം എനിക്ക് എല്ലാം വൃത്തിയാക്കി മെനയാക്കി വെച്ചിട്ട് പോകാനായിട്ട്. പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം റൂമെല്ലാം ഭയങ്കര മെസ്സായിട്ട് കിടക്കുവാണ്. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇപ്പം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. അപ്പോൾ ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം കറി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് സംസാരിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി. ആക്ച്വലി ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. നാളെ എനിക്ക് പുറത്തൊക്കെ പോകണം, ഒരു ഓഫേ ഉള്ളൂ. ഇന്ന് ഏത് ഉണ്ടാക്കിയില്ലെങ്കിൽ രാവിലെ കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് കുറേ സമയം പോവും. അപ്പോൾ ഇന്ന് കൈയോടെ ഉണ്ടാക്കിയാൽ വൈകിട്ട് കഴിക്കുകയും ചെയ്യാം, നാളത്തേക്കിനും ആവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്തു വെച്ചത്. പിന്നെ ഇപ്പോൾ തന്നെ 9:30 ആയി ടൈം. 9:30 കഴിഞ്ഞെന്ന് തോന്നുന്നു, 9:45 അത്രയും കണ്ടായി. ഇനിയിപ്പം ദോശയുടെ ബാറ്റർ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം. ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശയും ചിക്കനും കൂടെ കഴിക്കാം. ആക്ച്വലി ഞാൻ സെക്കൻഡ് ബ്രേക്ക് ഇന്ന് ലേറ്റായിട്ടാണ് ഡ്യൂട്ടിയിൽ എടുത്തത്. അത്ര വലിയ വിശപ്പൊന്നുമില്ല, എങ്കിലും ഒരു സമാധാനം എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ദോശയുടെ മാവ് എടുത്ത് എൻ്റെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസത്തേക്കിനുള്ളത് ഉണ്ടാക്കി വെക്കും. എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഫെർമെൻറ്റേഷൻ നടക്കാനും ഇവിടെ സമയം എടുക്കുമല്ലോ, തണുപ്പായതുകൊണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, ട്രിക്കുണ്ട് നമുക്ക് ചെയ്യാൻ. പക്ഷെ ഞാൻ നോർമലി പുറത്ത് തന്നെ വെച്ച് ഹീറ്ററിൻ്റെ അടുത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ശരിയാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വലിയ മൈക്കൊക്കെ വെച്ച് സെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം മന്ദിര നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. നാളെ നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അവൾ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ശല്യം ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഓഫ് എനിക്കല്ലേ ഉള്ളൂ നാളെ. അപ്പോൾ എന്താണെങ്കിലും ഞാനിനി ദോശ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ സംസാരിച്ച് കുറേ ലേറ്റായിപ്പോൾ. അപ്പം ദോശയും ചിക്കൻ കറിയും കൂടെ കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മന്ദിര പിന്നെ മസാല ദോശ ആണെങ്കിൽ അവൾ കഴിക്കത്തുള്ളൂ. അവൾ പിന്നെ പുറത്ത് നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചില്ല. ദോശ ഉണ്ടല്ലോ, പിന്നെ അത് ഇരുന്നിരുന്ന് പുളി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലല്ലോ. ഈ ദോശയുടെ ബാറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് 2-3 ദിവസം യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ലാഭവും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പറ്റുമെങ്കിൽ നമ്മളൊരു മിക്സി ഉണ്ടെങ്കിൽ അതിൽ അരച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല തണുപ്പ്. കിച്ചണിൽ അത്രയും തണുപ്പ് തോന്നിയില്ല. റൂമിൽ വന്നപ്പോൾ സൂപ്പർ തണുപ്പ്. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ടു. റൂമിൽ അല്ലെങ്കിൽ നല്ല തണുപ്പാണ്. കിച്ചണിൽ നമ്മൾ ഈ സ്റ്റൗ ഒക്കെ ഓൺ ആക്കുന്നതുകൊണ്ട് നമുക്കത്രയും തണുപ്പ് തോന്നാത്തതാണ്. പിന്നെ കുഞ്ഞതല്ലേ, ഹീറ്ററുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിങ്ങനെ നിൽക്കും. പക്ഷെ റൂമിലാകുമ്പോൾ റൂം ഇച്ചിരി സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തണുപ്പ് തോന്നും. ഞങ്ങൾ നൈറ്റിൽ ഹീറ്റർ കുറച്ചാണ് ഇടുന്നത്. ഇപ്പോൾ തീരെ കുറച്ചിടും. സാധാരണ ഞങ്ങൾ നൈറ്റിലായിരുന്നു കൂട്ടിയിടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, പറ്റിയിട്ടിരിക്കുക. പറ്റാണോ അതോ ഞാറ് തെറ്റാണ് എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് ഞാൻ പറയാം. നമുക്ക് പറ്റിയൊരു ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ബിൽസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഗ്യാസും. അത് ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും 150, ചിലപ്പോൾ 220, ചില ദിവസം 300 വരെ പോയിട്ടുണ്ട്, 300 പൗണ്ട്സ് വരെ. ഈ പ്രാവശ്യം നോക്കിയപ്പോൾ 600 പൗണ്ട്സ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും ബിൽസ് വന്നതിൻ്റെ. നോർമലി എല്ലാ പ്രാവശ്യത്തിൻ്റെ കൂട്ടാണല്ലോ. കൂളായിട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ വീടിന്റെ റെന്റ് എന്ന് പറഞ്ഞാൽ 850 ഉള്ളൂ. അതിന്റെ ബില്ലെന്ന് പറയുന്നത് 600. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൾക്ക് അത് അയച്ചു കൊടുത്തു, കാരണം എനിക്കാണ് അതിന്റെ വരുന്നത്. അപ്പൊ അവള് പറഞ്ഞു ഇതെന്താ ഇത്രയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവർക്കൊരു മെയിൽ അയക്കാൻ പോവാ, നമുക്ക് ഇപ്പൊ അടയ്ക്കണ്ട, ഞാൻ കേട്ടോ. അപ്പൊ അവർക്ക് ഞാൻ മെയിൽ അയച്ചു. ഇന്നലെ എനിക്ക് റിപ്ലൈ തന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം, നമുക്ക് മനസ്സിലായില്ല എന്താ ഇത്രയും വന്നതെന്ന്. അപ്പൊ എന്റെ സ്മാർട്ട് മീറ്റർ എനിക്കിവിടെ ഇല്ല. ഒരു ദിവസം ഞാൻ അതിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തു. പക്ഷെ അപ്പോയിൻമെന്റ് അവർ പറഞ്ഞ കുറച്ച് ഡേറ്റ്സ് വന്നു. അപ്പോൾ ആ ഡേറ്റിൽ ഞാൻ പറഞ്ഞ ഡേറ്റാണ് അവർ ഓക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അവർ വരാമെന്ന് പറഞ്ഞു. അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടി അവരെന്താ ചെയ്തത്, ലാസ്റ്റ് മന്ത് ഞങ്ങളുടെ ബില്ല് വന്നപ്പോൾ അവർ
30 പൗണ്ട്സ് കുറച്ചു. അവർക്കെന്നത് കറക്റ്റ് ഡേറ്റിൽ വരാൻ പറ്റാഞ്ഞത് കൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഡേറ്റ് എടുക്കണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് അയച്ചു കൊടുക്ക്, അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ ഒന്നും ഇതുവരെ വന്നില്ല. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം അത്രയെന്ന് വെച്ചാൽ ഒരു 60,000-ന് മേളിലാണ് നാട്ടിലെ വരുന്ന ബില്ല്. കമ്പയർ ചെയ്യുമല്ല, ജസ്റ്റ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുവാണ്. ഒരു 300 പൗണ്ട്സ് വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുവരെ ഓക്കെ. ചിലപ്പോൾ ചില സമയത്ത് സിക്കൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഹീറ്റർ നന്നായിട്ട് ഓണാക്കി എടുത്തുള്ളൂ. നമ്മൾ അങ്ങനെ അങ്ങ് അത്ര പിശുക്കി നമ്മൾ പിടിച്ച് വെക്കാറില്ല. കാരണം നമുക്ക് സിക്കായി കഴിഞ്ഞാൽ അതിലും വലിയ കഷ്ടമാണ്. നമ്മൾ തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യണം. ഇതെന്താണെങ്കിലും ഒത്തിരി കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഇനി വിൻ്ററിൽ ഇത്രയും ഹീറ്ററൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ ഓഫ് ചെയ്യാറുണ്ട്, കുറച്ചിടാറുണ്ട് എപ്പോഴും. എന്താണ് സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് അപ്ഡേറ്റ് എന്ന് ഞാൻ പറയാം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് കേട്ടിട്ട് മൊത്തത്തിൽ കിളി പോയിരിക്കുവാണ്. ഓൾറെഡി നമുക്ക് ചിലവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് ബില്ലും വന്നു. അപ്പം നമുക്കല്ലാതെ പോസ്റ്ററും വരും കേട്ടോ ബില്ല്. അതിവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം അവരെന്താ റിപ്ലൈ തരുന്നതെന്ന്. അപ്പോൾ അവർ മീറ്റർ റീഡിങ് നോക്കുമ്പോൾ അത്ര ഇല്ല എന്ന് പറഞ്ഞൊരു മെയിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓൾറെഡി നാട്ടിൽ പോകുന്ന സമയവും കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണിപ്പം. എത്ര ഷെയർ ചെയ്തെന്ന് പറഞ്ഞാലും പകുതിയല്ലേ. 600 എന്ന് പറഞ്ഞാൽ 300 നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ഒരാളുടെ കയ്യിൽ നിന്ന്. പൈസ പോകുന്നത് പ്രശ്നമല്ലെന്നല്ല, പൈസ പോകുന്നതും പ്രശ്നമാണ്. പക്ഷേ നമുക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് അറിയണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബില്ല് നമുക്ക് അത്ര എമൗണ്ട് വന്നതെന്ന്. നമ്മൾ ഇഗ്നോർ ചെയ്താൽ വിൻ്റർ അല്ലേ, നമ്മൾ ഹീറ്റർ ഇട്ടേക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നേരം തന്നെ അവർക്ക് മെയിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങളോട് സംസാരിച്ചിരുന്ന് കഴിച്ചും കഴിഞ്ഞു, സംസാരവും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എനിക്ക് പാക്കിങ് ഇച്ചിരി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് ഉറക്കം വരുന്നു. ഇന്ന് രാവിലെ ഇല്ല, ഞാൻ ഇച്ചിരി ഒന്ന് ഇടയ്ക്ക് ഉണർന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം പിന്നെ ശരിയായില്ല. അതുകൊണ്ട് നേരത്തെ ഉറക്കം വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടക്കും, അത് കഴിഞ്ഞിട്ട് ഉറങ്ങും. അപ്പോൾ നാളെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. പക്ഷെ നാളെ നല്ല തിരക്കായിരിക്കും. എനിക്ക് എല്ലാ കാര്യവും ചെയ്യണം. എനിക്ക് 3 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ വേറെ എന്താ, ഈ ബില്ലിൻ്റെ കാര്യമാണ് മെയിൻലി ഇപ്പം ഇച്ചിരി ടെൻഷനായിട്ടിരിക്കുന്നത്. അല്ല, അത്രയും ഒരു എമൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ലേ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഒരു ഫാമിലി മൊത്തം ആയിരുന്നെങ്കിൽ ഓക്കെ. നമുക്ക് എന്താണെങ്കിലും നോക്കാം അവരെന്താ പറയുന്നതെന്ന്. ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം അടുത്ത വീഡിയോയിൽ. അതാണ് ഞാൻ പോയി പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. കണ്ടോ, ഇവിടെ പോലും ഞങ്ങൾ ലൈറ്റ് വെറുതെ ഇടാറില്ല, എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബിൽസ്. പുറത്ത് നല്ല കാറ്റുണ്ട്, കാരണം നല്ല സൗണ്ട് കേൾക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ലൈറ്റ് 2 അടിച്ചു പോയിട്ടുണ്ട്. 2 അല്ല 1, അത് കത്തത്തില്ല. പിന്നെ അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ലാൻഡ് ലോഡ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങളെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞ ഏജൻസിക്ക് മെയിൽ അയച്ചാൽ മതിയാണ്. നല്ല ആൾക്കാരായിരുന്നു. നല്ല ആൾക്കാരെന്ന് വെച്ചാൽ ഇടപെട്ടത് നല്ല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറിയൊരു റൂട്ടീനും പിന്നെ എൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു. എല്ലാം ഷെയർ ചെയ്യുന്ന പോലെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബില്ലിൻ്റെ കാര്യമൊക്കെ അതൊക്കെ സെറ്റാവും. ഒന്നെങ്കിൽ അടയ്ക്കണം, അല്ലെങ്കിൽ സെറ്റാവും. ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് അതിന് ശീലമാകുമ്പോൾ ഓക്കെ ആയിക്കോളൂ. ഇപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.